بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. അക്ഷരങ്ങളുടെ സിഫാത്തുകളിൽ സിഫാത്ത് അറദിയയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തഫ്ഖീം. സ്വരഭാരത്തോടുകൂടി അക്ഷരങ്ങൾക്ക് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. അതിൻ്റെ ഇനങ്ങളിൽ എപ്പോഴും തഫ്ഖീം ചെയ്യേണ്ടവ എന്ന ഗണത്തിൽപ്പെടുന്ന അക്ഷരങ്ങൾ ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ, അവയും അവയുടെ മർത്തബകളും തഫ്ഖീമിൽ അവയുടെ ഏറ്റവും കൂടുതൽ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം, പിന്നെ അടുത്തത്, അങ്ങനെ ആ ക്രമവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. 7 അക്ഷരങ്ങളാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ തഫ്ഖീം ഉള്ളത് ത, പിന്നെ ളാദ്, പിന്നെ സ്വാദ്, പിന്നെ ളാ, പിന്നെ ഗൈൻ, പിന്നെ ഖാഫ്, പിന്നെ ഗൈന്, ഖാ എന്നീ ക്രമമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇതിൽ അക്ഷരങ്ങൾക്ക് ഹറക്കത്തുകൾ നൽകി ഉച്ചരിക്കുമ്പോഴും തഫ്ഖീമിന്റെ മർത്തബകൾ നാം മനസ്സിലാക്കണം. ആ മർത്തബകൾ 5 എണ്ണമാണ്. 5 അവസ്ഥകളുണ്ടാവും, 5 മർത്തബകൾ. അവ ഏറ്റവും തഫ്ഖീമിന്റെ ഖുവ്വത്തിൽ, അതിന്റെ കാഠിന്യത്തിൽ മികച്ചു നിൽക്കുന്ന അവസ്ഥ, പിന്നെ അടുത്തത്, അങ്ങനെയുള്ള ആ ക്രമം അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മർത്തബ ഏറ്റവും ഖവിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ തഫ്ഖീം കൂടുതൽ നിലനിൽക്കുന്ന അവസ്ഥ ഏതാണ്? വഹിയൽ മഫ്തൂഹ അല്ലതി ബഅദഹ അലിഫ്. അൽ മഫ്തൂഹ അല്ലതി ബഅദഹ അലിഫ്, ഫത്ഹ് നൽകി ദീർഘിപ്പിക്കുമ്പോഴുള്ള അവസ്ഥ എന്നർത്ഥം. ഫത്ഹ് നൽകപ്പെട്ട അക്ഷരങ്ങൾ അതിന് ഫത്ഹിന് ശേഷം അലിഫും കൂടി ഉണ്ടായിരിക്കും. അത് എന്ന് പറഞ്ഞാൽ ഫത്ഹിനെ ദീർഘിപ്പിക്കുക. ഉദാഹരണം തോബ, തോബ അല്ലേ, തോബ, ശൈത്താൻ എന്നൊക്കെ ഓതിയില്ല നമ്മള്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനി. അതുപോലെ ضاد ക്രമം അനുസരിച്ച് പറയാണ്. ضاد അലിഫ്, ശേഷം സാബിറ, ഇപ്പൊ നമ്മൾ ഓതുകയുണ്ടായി സാദിഖീൻ, പിന്നെ യുളാഹിറൂന, പിന്നീട് ഖാഫ് യുഖാതിലൂന, ഖായിബീൻ, ഖായിബീൻ എന്നിങ്ങനെ അക്ഷരങ്ങൾക്ക് ഫത്ഹ് നൽകി ദീർഘിപ്പിക്കുമ്പോൾ കൂടുതൽ തഫ്ഖീം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീർഘം നൽകി മദ് നൽകേണ്ടതായ സന്ദർഭങ്ങള്, എന്ന് പറയുമ്പോൾ മുത്തസിലായ ദീർഘമാണ്, കൂടുതൽ ദീർഘിപ്പിക്കണം. ചിലപ്പോ എന്തുണ്ടാകും, ലാസിമായ ദീർഘം ഉണ്ടാവും, 6 ഹർക്കത്തിന്റെ അളവ്. ഈ ദീർഘത്തിലൊക്കെയും ഒരേ അവസ്ഥയിൽ തഫ്ഖീം ഉണ്ടായിരിക്കണം എന്നർത്ഥം. നമ്മള് സൂറത്ത് ഖാഫ് അടുത്തത് ഓതാൻ പോവാണ്. അതില് ലാസിമായ ദീർഘാണ് ഖാഫ്, ഖാഫ്, അല്ലാതെ ഖാഫ് എന്നായി പറഞ്ഞത്. ഖാഫ് അലിഫിലും തഫ്ഖീം നിലനിൽക്കണം, എത്ര ദീർഘിപ്പിച്ചാലും. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. ويلحق بهذه المرتبة الراء المفتوحة التي بعدها ألف.
ഇതിനോട് ചേർക്കപ്പെടുന്ന ഇസ്തിഅലാന്റെ അക്ഷരങ്ങളോട് തന്നെ ചേർത്ത് പറയപ്പെടുന്ന ഈ മർത്തബയിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് റാഇന് അലിഫ് കൊടുക്കുമ്പോൾ الذين هم يراءون അല്ലേ, യുറാഊൻ. അതും എന്താണ്? തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്, അല്ലെങ്കിൽ ഈ മർത്തബയിൽ ചേർക്കപ്പെടുന്നതാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ലാമും അങ്ങനെ തന്നെയാണ്. അള്ളാഹു എന്ന ലാം, അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമും അലിഫും അല്ലേ. വഖഫിയാണെങ്കിൽ ആരിദായ സുക്കൂൻ 6 ഹർക്കത്തിന്റെ അളവ് വരെ ദീർഘിപ്പിക്കാം. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. അതുപോലെ സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത് നമ്മൾ ഓതി, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ദീർഘത്തിൽ തഫ്ഖീം ഇങ്ങനെ ഉണ്ടാവണം എന്നർത്ഥം. അതാണ് സൂചിപ്പിച്ച കാര്യം. ഇതാണ് ഏറ്റവും കൂടുതൽ തഫ്ഖീം നിലനിൽക്കുന്ന അവസ്ഥ, ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോൾ എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ മർത്തബ വഹിയ ദൂനൽ ഊല, ഒന്നാമത്തേതിന്റെ താഴെ, ഫിൽ ഖുവ്വ വഹിയൽ മഫ്തൂഹ, ഫത്ഹ നൽകപ്പെട്ട അക്ഷരം. ഫത്ഹ ദീർഘം കഴിഞ്ഞ് ഇനി ഫത്ഹ മാത്രമുള്ളത്. അതെന്താണ്? ഉദാഹരണമായി എന്ന് പറയാം. അവിടെ ന് ഫത്ഹ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ദ്വാദാണെങ്കിൽ പിന്നെ ഖാഫ് ഖതല ഗൈൻ വഗഫറ വഖലഖ. മൂന്നാമത്തെ മർത്തബ ഈ ഹർഫിന് ദ്വമ്മ വരുമ്പോൾ, അപ്പൊ ഒന്നാമത്തേത് ഫത്ഹ എന്ന് കൊടുത്ത് നീട്ടുമ്പോൾ, രണ്ടാമത്തെ ഫത്ഹ മാത്രം, മൂന്നാമത്തേത് ദ്വമ്മ കൊടുക്കുമ്പോൾ. അത് ഉദാഹരണം طُبِعَ وَطُبِعَ صُرِفَتْ وَضُرِبَتْ يَظُنُّونَ قُتِلَ غُلِبَ خُلِقَتْ എന്ന് പറഞ്ഞാൽ ഫത്ഹിന്റെ അത്ര തന്നെ തഫ്ഖീം ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഫത്ഹിന്റെ തൊട്ട് താഴെ, ഫത്ഹ കൊടുക്കുമ്പോഴുള്ള അവസ്ഥയുടെ തൊട്ട് താഴെ. നാലാമത്തെ അവസ്ഥയാണ് സുക്കൂൻ നൽകുമ്പോൾ യത്ബഉ യദ്രിബു അസ്ബറഹും യഗ്ലിമു യഖ്തുലു യഗ്ലിബു യഖ്ലുഖു എന്നിങ്ങനെ സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് നാലാമത്തേത്. ഈ സുക്കൂനിന്റെ അവസ്ഥ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അവസാനത്തേത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്.